ഇന്ന് ഞാൻ ഒരു ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ട് ഒരു സാമ്പാർ. അതിനായിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് തുവരപ്പരിപ്പ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം നന്നായി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അര കപ്പ് തുവരപ്പരിപ്പാണുള്ളത്. പിന്നെ ഇതുപോലെ കുറച്ചൊരു കപ്പോളം ഉള്ളി, ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിക്കൊന്നും അളവ് പ്രത്യേകിച്ചൊന്നുമില്ല, എത്ര ഉള്ളി ഉണ്ടായാലും അത്രയും നല്ലതാണ്. എന്നാൽ ഏകദേശം ഈ പരിപ്പിനനുസരിച്ചുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളിയുടെ പുളി പോരാ എന്നുള്ളവർക്ക് ഒരു ഇച്ചിരി വാളംപുളി കൂടി നമുക്ക് ചേർക്കാം. നല്ല ടേസ്റ്റാണ് ഉള്ളി സാമ്പാർ. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ആദ്യം നമുക്ക് ഈ പരിപ്പ് കുക്കറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിലിട്ടിട്ട് നമുക്ക് ഈ പരിപ്പൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പ് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഈ പരിപ്പിലേക്ക് വേവുന്നതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടയണം. അപ്പോഴാണ് ഉള്ളി സാമ്പാർ ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുവിധം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ 3 പച്ചമുളക്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, 3 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. ഇത് നമുക്കൊന്ന് നടുകെ കീറി ഇട്ട് കൊടുക്കാം. ഇതുപോലെ 3 പച്ചമുളക് ഇങ്ങനെ നടു കീറി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഉള്ളിയോടൊപ്പം ഇട്ടിട്ട് നമുക്ക് വഴറ്റാം. ഇതും ഒന്ന് ചെറുതായി വഴന്നു വരുമ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തക്കാളി ഞാൻ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ആ തക്കാളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വരണമെന്നൊന്നുമില്ല, ഒന്ന് വാടി വന്നാൽ മതി. സമയത്ത് നമുക്ക് തീ ഫുൾ ഫ്ലെയിമിൽ ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒത്തിരി ഇടണ്ട. നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായി കുറച്ച് മുളക് പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. അതിൽ ഞാൻ മുളക് അധികം ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമുള്ള മുളക് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കറിക്കൊരു നല്ല കളറും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നത്. ഇനി എരിവൊക്കെ നന്നായിട്ട് വേണമെന്നുള്ളവർ പിന്നെ നോക്കിയിട്ട് മുളക് പൊടിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഈ ഉള്ളി സാമ്പാറിലൊക്കെ ഒത്തിരി എരിവില്ലാത്തതാണ് നല്ലത്. കാരണം നമ്മളിത് ഇഡ്ഡലിക്കൊപ്പമാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒത്തിരി എരിവായാൽ, ഇനി എരിവ് നല്ലോണം ഇഷ്ടമുള്ളവർക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ ഈ എരിവ് മതി അതിനനുസരിച്ച്. ഇനി ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. ഞാനിതിലേക്ക് 5 ടീസ്പൂൺ സാമ്പാർ പൗഡറാണ് ഇടുന്നത്. അന്ന് പൊടിച്ചു വെച്ച സാമ്പാർ പൊടിയാണ്. 5 സ്പൂൺ നിറയെ ഇട്ടിട്ടുണ്ട്. ഇനി വേറെ എക്സ്ട്രാ മല്ലിപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ആ സാമ്പാർ പൊടിയിൽ തന്നെ എല്ലാം ഉണ്ട്. ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് ഈ ഉള്ളിയിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഈ അരപ്പൊക്കെ ഒന്ന് ഇതിലൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഈ എത്രയാണോ നമുക്ക് ചാറ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വല്ലാതെ ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വേവും കൂടി വേണം. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. എത്രയാണോ നമുക്ക് കറി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് തീയെ കൂട്ടി വയ്ക്കാം. ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. വെള്ളം നോക്കിയിട്ട് ഒഴിക്കുക. നല്ല കുറുകിയിരിക്കണം കറി എന്നുള്ളവർ അധികം വെള്ളം ഒഴിക്കേണ്ട. ഒരു മീഡിയം ഇതിൽ കിട്ടിയാൽ മതി. ഇപ്പം ഇത് നന്നായിട്ടിരുന്ന് തിളക്കട്ടെ. പുളി കുറച്ച് കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ നെല്ലിക്ക മുഴുപ്പിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുളി നെല്ലിക്ക മുഴുപ്പിലുള്ള പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് കൊടുത്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ പുളി വല്ലാതെ കൂടിപ്പോകും. അപ്പോൾ പുളിയുടെ അളവൊക്കെ നമ്മൾ ഒന്ന് ടേസ്റ്റ് നോക്കിയ ശേഷം പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം പുളി ചേർത്താൽ മതി. അപ്പോൾ കറി ഒരുവിധം ആയിട്ടുണ്ട്. ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ പുളിവെള്ളം ഒഴിച്ചിട്ടും ഒന്നുകൂടെ തിളച്ചു. ആ പുളിയുടെ ആ ഒരു പച്ചക്കുത്തും പോയി കഴിഞ്ഞു. അപ്പോൾ നല്ല ഇപ്പം ഞാൻ നോക്കി ഇതിൽ ഉപ്പും എരിവും പുളിയും ഒക്കെ പാകമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും ഉള്ളി സാമ്പാർ ഒരുപാട് ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കൂട്ട്. ഇനി ഇതിൽ നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കുന്നതിന് മുമ്പ് ഇതിൽ ഇത്തിരി മല്ലിയിലയും കൂടി നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നാലും മല്ലിയില ഇടുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക മണമൊക്കെയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. വറുക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു 3 വറ്റൽമുളക് മുറിച്ചിടാം. ഇനി ഇതുപോലെ ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എപ്പോഴും സാമ്പാർ ഉണ്ടാക്കി ഏറ്റവും അവസാനം ഒരല്പം കായത്തിൻ്റെ പൊടി ചേർക്കുന്നത് സാമ്പാറിന് നല്ലൊരു മണം കിട്ടും. ഇനി നമുക്കിത് കടുക് വറുത്തത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു കൊഴുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് കട്ടി തോന്നുകയാണെങ്കിൽ ഇനി നമുക്ക് അല്പം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. നിങ്ങൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കൂട്ടാൻ ഒത്തിരി നല്ലതാണ്. ഉള്ളി സാമ്പാർ വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്